നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മു, എനിക്ക് സന്തോഷായി. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. എന്റെ ചേച്ചിയുടെ രാജകുമാരന്റെ വിവാഹം കഴിഞ്ഞല്ലോ. അമ്മു, എല്ലാവരും എന്താ ഇവിടെ? ഡോക്ടറും തിരുമേനിയൊക്കെ ഉണ്ടല്ലോ. ലച്ചു ഇപ്പോ മനയിലാ ഉള്ളത്. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കഴിഞ്ഞതൊക്കെ മറന്നുപോയോ? ശ്രീദേവി അമ്മയും ലച്ചുവും ഞാനും സഞ്ജുവിന്റെ സ്വാതിന്റെയും കല്യാണം കഴിഞ്ഞ ഉടനെ മംഗലശ്ശേരിയിലേക്ക് പോന്നില്ലേ? അവിടെ വെച്ച് ലച്ചു തലചുറ്റി വീണു. അടിക്കടി വരുന്ന തലവേദന അല്ലെന്ന് കരുതി ഞാൻ മുത്തശ്ശനെ വിളിച്ചു. ലച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാനാ പറഞ്ഞത്. ഇപ്പോ ലച്ചുവിന്റെ അസുഖമൊക്കെ ഭേദമായി. കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നോ? അമ്മൂന് സുഖമില്ലെന്നറിഞ്ഞ നിന്റെ ചേച്ചി അടങ്ങിയിരിക്കൂ. കല്യാണ മണ്ഡപത്തിൽ നിന്ന് വേഷം മാറി നേരെ ഇങ്ങോട്ട് പോന്നു. അത് വേണ്ടിയിരുന്നില്ല. അമ്മ ടയർഡാ തിരുമേനി. അവള് കുറച്ചു സമയം റെസ്റ്റ് എടുക്കട്ടെ. അതെ അതെ, ലച്ചു ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇനി അല്പസമയം വിശ്രമിക്കേ. അടിയന്തരമായി ഒരു മരുന്ന് കൂടി ലച്ചുവിന് സേവിക്കാനുണ്ട്. എന്നാ നമുക്കൊന്ന് പുറത്തേക്ക് നിൽക്കാം. ആ, നമ്മൾ ഇവിടെ വെച്ച് ആദ്യമായി കണ്ടത്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ചേച്ചി ഒരു കൂട്ടുകാരിയാണെന്ന് കരുതി എന്റെ അടുത്തേക്ക് വന്നില്ലേ? ചേച്ചി എന്റെ അടുത്ത് മൊബൈൽ വെച്ച് മറന്നുപോയി. പിന്നെ ചേച്ചി എന്നെ കാണാൻ വന്നു. അവസാനം ചേച്ചിയുടെ അനിയത്തിയായി എന്നെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി. സത്യമാണ് വെച്ചാ ഞാൻ കേട്ടത്. പ്രഭ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. അമ്മുവിന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വന്നു. അവളിപ്പോ പഴയ അമ്മുവായി. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ദേവി കേട്ടല്ലോ. സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെ വിവാഹം കഴിഞ്ഞെന്ന് ഇപ്പൊ അമ്മൂന് അറിയോ?
അമ്മു ശ്രീകുട്ടിയുടെ അരിയിൽ എത്തിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. എന്തായാലും വലിയൊരു പരീക്ഷണം ഒഴിഞ്ഞുപോയി. എനിക്കിത് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ഒക്കെ അവളുടെ അഭിനയം മാത്രമായിരുന്നു. എന്തു പറഞ്ഞാലാ കവിതയ്ക്ക് വിശ്വാസം വരുന്നേ? എല്ലാ സംശയത്തിന്റെ നിഴലല്ലേ കാണും. ഇത്ര പെട്ടെന്ന് മൂസിന്റെ ചികിത്സ കൊണ്ട് ബലം കിട്ടുമായിരുന്നെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാതെ മനയിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇനി ഓർമ്മ തിരിച്ചു കിട്ടിയ നിലയ്ക്ക് വീണ്ടും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ ഉദ്ദേശം? പിന്നെ അതൊരു ചോദ്യം തന്നെയാ. കുറെ കാലം സഞ്ജുവിന്റെ ഭാര്യയെന്ന് പറഞ്ഞ് നടന്ന പെണ്ണ. എന്തായാലും ആ ചിന്തകളൊക്കെ അവളുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കൂ. അമ്മു ഇനി ഇവിടെ നിൽക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സഞ്ജുവിനെ ഭർത്താവായി കണ്ടതിന്റെ കുറ്റബോധം എന്തായാലും അവൾക്കുണ്ടാവും. ഒന്നും അവസാനിച്ചു എന്ന് ആരും കരുതണ്ട. ഓർമ്മ വരാനും പോവാനും അധിക സമയമൊന്നും വേണ്ടല്ലോ. ഏതിനും ചികിത്സ പൂർത്തിയാവട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. എനിക്കുടനെ അമ്മുവിനെ ചെന്നൊന്ന് കാണണം അച്ഛാ. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരാള് വേണം. ശ്രീദേവി അവളെ കാണുന്നത് നല്ലതാ. അതിനി വൈകണ്ട. രാജു ദിനേശനെ കൂടെ ചെല്ല്. സഞ്ജു, സഞ്ജുവിന് സന്തോഷായില്ലേ? എനിക്കറിയാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് സഞ്ജു ആണെന്ന്. ആരോ താലി കെട്ടി ഉപേക്ഷിച്ച പെണ്ണ് സഞ്ജുവാണ് അവളുടെ ഭർത്താവെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്നിട്ടും എനിക്ക് വേണ്ടി സഞ്ജു ഇതെല്ലാം സഹിച്ചു. പലപ്പോഴും അമ്മുവിന്റെ അറിവില്ലായ്മ കൊണ്ട് അതിര് വിട്ട് പല പ്രവൃത്തികളും ഉണ്ടായി. എനിക്കതൊന്നും സഹിക്കാൻ കഴിയാഞ്ഞിട്ടും സഞ്ജു സഹിച്ചു, ക്ഷമിച്ചു. അവിടെയാ സഞ്ജുവിന്റെ മനുഷ്യത്വം ഞാൻ തിരിച്ചറിയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.